ഇന്ന് ഭയങ്കര ഒരു ഫ്രഷും പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും എല്ലാം കൊണ്ട് ഈ ടൂ വീലറിൽ ഇങ്ങനെ പോകാൻ എന്താ രസമല്ലേ. പാടമൊക്കെ നോക്കിയാൽ ഫുള്ള് പച്ചപ്പായിട്ട് നിന്നിട്ട് ഏകദേശം ഒരു 6:45-7 മണിയായിട്ടുണ്ടാവും കേട്ടോ. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോഴൊരു ചായ കുടിച്ചാലോ എന്ന് ഓർത്തത്. ധർമ്മേൻ്റെ കടയിൽ പോയി ഒരു ചായ. അവിടെ ചെന്നപ്പോഴുള്ള ഒരു വൈബിൽ ഒരു ആംബിയൻസില്ലേ. റേഡിയോയിൽ ഇങ്ങനെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കണം. പരിപ്പോടേക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് രാവിലത്തെ കടിക്കുള്ളത്. ഒപ്പം തന്നെ നല്ല ബീഫും ബാക്കിയുള്ള കറികളൊക്കെ അത് അടുപ്പത്തിരിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കേണ്ടത്. നല്ല ബീഫും പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ ഓരോ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചായയല്ല കാപ്പി. എനിക്ക് കാപ്പിയാട്ടോ ഇഷ്ടം. പൊതുവേ ഞാൻ ചായ കാപ്പിയൊന്നും കുടിക്കാറില്ല. പക്ഷേ ഈ അടുത്ത കാലങ്ങളായിട്ട് കാപ്പിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാപ്പിയും പറഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഏട്ടൻ അവിടെ നിന്ന് പത്രമൊക്കെ വായിച്ച് നല്ല രസമാണല്ലോ ഇത്. എന്തായാലും കൂടുതൽ ആസ്വദിക്കാനിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. കാരണം കുഞ്ഞിക്കിൽ എണീറ്റിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം ചെക്കനെ ഉറക്കി കിടത്തിയിട്ട് പോകുന്നതല്ലേ, അടുത്തുനിന്ന് മാറി എണീക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ പുന്നാരും ഉറക്കത്തിൻ്റെ ക്ഷീണം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വന്നതിന് ഡാഡി മമ്മി എല്ലാവരും ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ പൊന്നിനെ ഞാൻ എടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ചുകൊണ്ടിരുന്ന്. ഉറക്കത്തിൻ്റെ ക്ഷീണം വിട്ടു മാറിയിട്ടില്ല. സാധാരണ 9 മണിയാകുമ്പോൾ എണീക്കണം ചെക്കനാ. ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാണ്ട് പുന്നാരം. അപ്പം ഞാൻ ഒന്നും കൂടി ചെക്കനെ ഉറക്കിക്കെടുത്തതിന് ശേഷം എൻ്റെ പരിപാടിയിലേക്ക് കിടന്നു. ഒതുക്കിപ്പെറുക്കലാണ് കുറേ ഉണ്ടായിരുന്നു റെഡിയാക്കാനായിട്ടും ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അപ്പോഴേക്കും നമ്മുടെ ചെക്കൻ്റെ സെക്കൻഡ് റൗണ്ട് ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കൊഞ്ചിച്ച് ഇനി ചെക്കനായിട്ടുള്ള കളിക്കണ എൻ്റെ സമയമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നമുക്ക് നെക്സ്റ്റ് വീൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.